ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ മക്കളോട് 3 പേരോടും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളായിട്ട് ഒരു വഴക്കിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വൈജ തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത് അവളെന്തോ സാമ്രാജ്യം പിടിച്ചെടുത്തുന്ന രീതിയിൽ, തോറ്റെടുത്ത് നിന്ന് മുന്നിട്ട് വന്ന ഒരു രീതിയിലാണ് അവൾ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും തർക്കിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ. വീണ്ടും സമാധാനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചേര്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറ, ഞാൻ വന്ന് പരിഹരിക്കുക തന്നെ ചെയ്യാം. നിങ്ങൾക്കറിയാലോ അലീന എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയെന്ന്. വൈജയ്ക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് അലീന ഈ കുടുംബം വിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം അവരോട് എന്തെങ്കിലും പെരുമാറാനായിട്ട്. അവൾ വേലക്കാരിയെ വെക്കുവോ, അവൾ ഭക്ഷണം ഉണ്ടാക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യ്. പക്ഷെ അവിടെ എന്തെങ്കിലും വൈജ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറ, ഞാൻ പരിഹരിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് വീടെല്ലാം വൃത്തിയാക്കണോ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും എൻ്റെ റൂമുകളെല്ലാം അലമ്പാക്കിയിട്ടേക്കാം, അത് വന്ന് നിങ്ങൾ വൃത്തിയാക്കിക്കോ. ഇത് കേട്ട് ബബിത ഇരുന്ന് ചിരിക്കുകയാണ്. ബബിതേ, നിന്നോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്, വെറുതെ അമ്മയുടെ കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ നിൽക്കരുത്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നേരത്ത് അവൾ അതിൽ പിടിച്ചു കയറാനായിട്ട് നോക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് കണ്ടും കേട്ടൊക്കെ നോക്കി നിൽക്കണമെന്നും പറയാം. അച്ഛാ, അപ്പോൾ ഇനി അമ്മ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് എന്താ? എന്ത് വേണമെങ്കിലും പറയട്ടേന്നേ. അത് കണ്ടില്ല കേട്ടില്ല എന്നൊന്ന് അടിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ കാര്യങ്ങളാണെങ്കിൽ എന്നോട് വന്ന് പറയുക, ഞാൻ പരിഹരിച്ച് തരൂലേ എന്ന് വിചാരിച്ച് എൻ്റെ റൂമിൽ അലമ്പാക്കിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു ദേഷ്യം കുറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണയും രോഹിത്തും അതേപോലെ തന്നെ ബബിതയും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഇത് കണ്ട വൈജയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വൈജ രോഹിത്തിനോട് ചോദിക്കുകയാണ്, എന്താടാ കറങ്ങി നടന്നതിൻ്റെ കുഴിമന്തി കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, കുഴിമന്തി കഴിച്ചു അമ്മേ, വയറ് നിറയെ കഴിച്ചു, സന്തോഷമായി സമാധാനമായി. ബബിതേ, നീ എന്താണ് കഴിച്ചത്? ഞാൻ കടിമന്തി. ഇതൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേട്ടപ്പോഴേക്ക്, എന്ത് കടിമന്തിയോ? നീ എന്താ എന്നെ കളിയാക്കിയതാണോ? ഞാൻ കളിയാക്കിയതെന്നല്ല, ഞാനതൊരെണ്ണം കഴിച്ചു, അപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട് എന്ന് പറയാം. നീ എന്തർത്ഥത്തിലത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായടി ബബിതേ. നിന്റെ അച്ഛൻ എന്ന് നിങ്ങൾക്ക് മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ആവശ്യപ്പെട്ടാലൊക്കെ മേടിച്ച് തരും. ഇത്രയും നാളെ ഞാൻ വെച്ച് വിളമ്പി ഉണ്ടാക്കിയ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ ചോറും കറികളൊക്കെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ വളർന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ എപ്പോഴും നിൻ്റെ അച്ഛൻ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി കുഴിമന്തി ബിരിയാണി ഒന്നും മേടിച്ച് തരില്ലായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി ഭക്ഷണം കഴിക്കും. അതിന് അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ ആകെ അരിശ്യം വരികയാണ്. അരിശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ, ഞങ്ങൾ വല്ലപ്പോഴും പുറത്തു പോയി ആഹാരം കഴിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇനിയേ അങ്ങനെ ആഹാരം കഴിക്കണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഞാനുണ്ടാക്കിയ ഭക്ഷണം വേണം ഇവിടെ എല്ലാവരും കഴിക്കാനായിട്ട്. അത് ശരി. അപ്പം അമ്മ എന്താണ് ഇത് അച്ഛനോട് പറയാത്തത്? അപ്പം അച്ഛനും കഴിക്കണോ? അപ്പം അച്ഛനും അമ്മയുടേത് അനുസരിക്കണോ എന്ന് ചോദിക്കുകയാണ്. അനുസരിക്കണം, എല്ലാവരോടും കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിത നേരെ ഈ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛാ എന്താ ചെയ്ത് പറയണ കേട്ടില്ലേ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ മിണ്ടാതിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തു മിണ്ടാനാ? എനിക്ക് മിണ്ടേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ പറയുന്നത് കേട്ടില്ലേ? ആരുടെ അമ്മ? എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ എൻ്റെ ഭാര്യ, എനിക്ക് ഭാര്യയും ഇല്ല. അപ്പോൾ ഇത് കേട്ട വൈജ ആകെ ഞെട്ടിപ്പോവാണ്. എൻ്റെ ഭാര്യയെ എപ്പോഴേ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, അവളെ തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ട നമ്മുടെ വൈജ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, പ്രേതം എവിടെന്നോ അലഞ്ഞു തിരിഞ്ഞ് വന്ന് ഞാനില്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് കയറിയ പ്രേതം, പിശാശ് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ കയറിപ്പോവാം. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജ മക്കളുടെ മുന്നിൽ ഒന്നുമല്ലാത്ത രീതിയിലായി പോവാം. ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവാണ്. അപ്പോൾ കൃഷ്ണമോളും അതേപോലെ തന്നെ രോഹിത്തും ബബിതയും ഒക്കെ പിന്നീട് അവിടെ നോക്കി നിന്നില്ല. എല്ലാവരും അവരുടേതായ വഴിക്ക് പോവുകയാണ്. വൈജിയാണ് ഇവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
ഈ സ്റ്റാലിനിയാണ്. അപ്പോൾ സ്റ്റാലിനി ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് കുടിക്കുക. കുറച്ച് ചിക്കനൊക്കെ വറുത്ത് അരികത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പപ്പൻ വന്ന് പറയുകയാണ്, എടാ സ്റ്റാലിനി, എടാ ലാലിച്ച് മതിയടാ, നിർത്തടാ കുടി. നീ നിർത്തിയേ? ഇല്ല, ഞാൻ നിർത്തൂല. എനിക്ക് മതിയാവോളം ഞാൻ കുടിക്കും. ഇനിയും ഞാൻ കുടിക്കും. എന്നെ എതിർക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പച്ചനെന്താ കുടിക്കാത്ത അപ്പച്ച? അപ്പച്ചന് പേടിയാണല്ലേ? അപ്പച്ചിയുടെ ചിന്നമ്മയുണ്ടല്ലോ, അതുകൊണ്ട് അപ്പച്ചന് പേടി. അതാണ് അപ്പച്ചൻ കുടിക്കാത്തത്. ഒന്ന് പോടാ. എൻ്റെ ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഫോട്ടോ കോപ്പി ചിന്നമ്മയെ പേടിക്കാനായിട്ട് പോകുന്നത്. എങ്കിൽ പിന്നെ അപ്പച്ചൻ ഒരു കുടിക്ക്. ഒരു പെഗല്ലേ അടിച്ചുള്ളൂ, ഇനിയും കുടിക്ക്. നീ അപ്പച്ചൻ എന്താ കുടിക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. എടാ എനിക്ക് വേണ്ടടാ, ഞാനൊരു പെഗ് കുടിച്ചല്ലോ, അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ആ അലീനയെ പേടിച്ചിട്ട് തന്നെയാ അപ്പച്ചൻ കുടിക്കാത്തത്. എടാ എന്നാലൊരു പെൺകുട്ടി ഇവിടെ വീട്ടിലുള്ളതല്ലേടാ, അപ്പം നമ്മൾ അതൊക്കെ അന്വേഷിക്കണമല്ലോ. നീയും കുടിക്കരുതടാ, അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അവളുടെ ഇഷ്ടം അനുസരിച്ചാണോ ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, അല്ലാതെ അവളുടെ ഇഷ്ടം അനുസരിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്. അതെന്താ അപ്പച്ചൻ മനസ്സിലാക്കാത്തത്? ഇനിയും ഞാൻ കുടിക്കും അപ്പച്ച. അപ്പച്ചനെ കുടിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, നീയും കുടിക്കണ്ട, നീ മതിയാക്ക്. ഇല്ല ഇല്ല അപ്പച്ച, ഞാൻ കുടി മതിയാക്കില്ല. ഞാൻ കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ മനസ്സിലെ ഒരുപാട് സങ്കടങ്ങളുണ്ട് അപ്പച്ച. അപ്പച്ച, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ മോളെ നല്ല മര്യാദക്കാരിയല്ലേ? ആണ്. അവള് നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ? അതേനെ, അതിനിപ്പോൾ എന്താ ഒരു കുഴപ്പം? അപ്പച്ചന് അവളെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം അപ്പച്ച, അപ്പച്ചന് അവളെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന്. അതുകൊണ്ടാണല്ലോ അപ്പച്ചനെ അവളെ ഓടിക്കാമെന്ന അപ്പച്ചൻ ഇവിടെ കുറച്ച് ദിവസം താമസിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറ്റിയടിച്ച് നിന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒപ്പം ഒരു 5-6 ദിവസം താമസിച്ച് ഒരു പെഗ്ഗൊക്കെ അടിച്ച് സന്തോഷത്തോടെ നിൽക്കാനാണ് വന്നതെന്ന്. പക്ഷേ അപ്പച്ചൻ എന്നെക്കാലം പ്രിയമായി എൻ്റെ മോളെ. അപ്പോൾ അവള് കൈക്കലാക്കിയതല്ലേ അപ്പച്ച? ഇതിനെ എന്ത് വേണം അപ്പച്ച കരുതാനായിട്ട്? എടാ നീ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. അവള് നല്ല കുട്ടിയാണ്. എടാ 10-23 വർഷങ്ങൾക്ക് മുമ്പ് വന്നതല്ലേടാ എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, 10-23 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന എൻ്റെ മാലാകയാണ് അവള്. അവൾക്ക് ഇതുവരെ എനിക്കൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പച്ച. എനിക്കറിയില്ലായിരുന്നു എനിക്കിങ്ങനൊരു മോളുള്ള കാര്യം, എനിക്കറിയില്ലായിരുന്നു അപ്പച്ച. 10-23 വർഷക്കാലം എവിടെയായിരുന്നു അവൾ എന്നൊക്കെ ഇങ്ങനെ ഈ കുടിച്ച് ലെക്കുകെട്ട രീതിയിൽ നമ്മുടെ സ്റ്റാലിനി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കിടഞ്ഞപ്പോഴേക്ക്, എടാ ലാലിച്ച മതിയടാ, നീ നിർത്ത്, വാ നമുക്ക് അകത്തേക്ക് കയറിപ്പോകാം. ഇല്ല അപ്പച്ചൻ വിട്, എനിക്ക് പറയണം, എനിക്ക് എല്ലാം പറയണം. അതെ, ഞാനും എൻ്റെ മോളും കൂടി അങ്ങ് ലോകം ചുറ്റാൻ പോവാണ് അപ്പച്ച. അത് നല്ലൊരു കാര്യമല്ലേ? അത് നീ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നെ കൂടി കൊണ്ടുപോടാ ലോകം ചുറ്റാനായിട്ട്. വേണ്ട, ഞങ്ങളുടെ ഇടയിൽ അപ്പച്ചൻ വേണ്ട, അച്ഛനും മോളും കൂടി മാത്രമേ ലോകം ചുറ്റാൻ പോകുള്ളൂ. എന്നിട്ട് ലോകം ചുറ്റിയൊക്കെ വരുമ്പോഴേ എൻ്റെ രാജകുമാരിയുടെ കല്യാണം നടത്തണം. ഞാനേ അലീന എന്നുള്ള പേര് മാറ്റിയപ്പച്ച. അവളിനി ഞാൻ വിളിക്കാൻ പോകുന്നത് പ്രിൻസസ് എന്നാണ്, എൻ്റെ പ്രിൻസസ്. എന്നിട്ട് അവൾക്ക് ഞാനൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഒരു നസ്രാണി ചെറുക്കനെ നോക്കി, കോടീശ്വരനായ ചെറുക്കനെ നോക്കി അവളുടെ കഴുത്തിലെ മിന്നി കെട്ടിക്കും. അവള് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഒന്നുമില്ലാതെ വളർന്നതല്ലേ. ഇനി എല്ലാ സന്തോഷത്തോടെയും സുഖത്തോടെയും ഒക്കെ അവള് കഴിയണം അപ്പച്ച. എടലായിച്ച, നീ പറഞ്ഞൊക്കെ സത്യം തന്നെയാ, അതെല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ നീ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. നിനക്ക് വേറെയും ഉണ്ട് മക്കള്, ആ മക്കളുടെ കാര്യം കൂടി ചിന്തിക്കണം അപ്പച്ച. അവരെങ്ങനെ വളർന്നു, അലീന എങ്ങനെ വളർന്നു അപ്പച്ച? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇവർക്ക് ഒരു കുറവുമില്ലാതെ വളർന്നു. പക്ഷേ അലീന എങ്ങനെയാ വളർന്നത്? ആരുടെയും ഒരു സ്നേഹവും കിട്ടാതെ, ഒരു പരിഗണനയും കിട്ടാതെ, വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നല്ലത് കിട്ടാതെ ഒരു അനാഥാലയത്തിൽ വളർന്നവളല്ലേ അവള്. അവൾക്കല്ലേ അപ്പം നമ്മളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അപ്പച്ച. അതുകൊണ്ട് അപ്പച്ച,
എനിക്ക് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണം. ശരി ശരി, നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാം അവൾക്ക് വേണ്ടി. ഇപ്പം ലാലിച്ച നീ ഇങ്ങോട്ട് വാ. എൻ്റെ അപ്പച്ച, എന്നാലും 10-23 വർഷക്കാലം എൻ്റെ മകള് ഒന്നുമില്ലാതെ ജീവിച്ചില്ല അപ്പച്ച, എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലോ അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ അപ്പച്ചൻ ലാലിച്ചനെ കൊണ്ട് റൂമിലാക്കി അവിടെ കിടത്തുകയും ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ അപ്പച്ചൻ ചെന്ന് അലീനെ ഡോറിൽ മുട്ടുകയാണ്. അലീന എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ വലിയപ്പച്ചൻ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ വിളിക്കുക. അപ്പം അലീന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പച്ചൻ വന്ന് അലീനയുടെ അടിയിരിക്കുകയാണ്. ഓ, കുടിയെല്ലാം കഴിഞ്ഞല്ലേ, കുടിച്ച് കൂത്താടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ മോളെ, ഇല്ല മോളെ, ഞാൻ ചെറിയൊരു ലേശം കുടിച്ചുള്ളൂ. ഇങ്ങനെ ലേശമാണല്ലോ കൂടി വരുന്നത്. എന്നിട്ട് പപ്പ ഇഷ്ടം പോലെ കുടിച്ചില്ലേ? വലിയപ്പച്ചൻ അവിടെ അടുത്തിരുന്നല്ലേ? എന്നിട്ട് കുടിക്കാൻ പാടെന്ന് പറയായിരുന്നില്ലേ? അയ്യോ, അതിന് പറഞ്ഞാൽ കേൾക്കണ്ടേ മോളെ, പറഞ്ഞാൽ കേൾക്കൂലെന്നേ. എത്ര തവണയെന്ന് വെച്ചാൽ പറയുന്നത്. പിന്നെ മോള് വിചാരിക്കുന്ന പോലെ ലോക്കൽ സാധനങ്ങളൊന്നും അല്ല അത് നല്ല ഹൈ സാധനങ്ങളാണ്. അത് കുടിച്ചാലേ ഒന്നും പറ്റില്ല. പിന്നെ എത്ര ഹൈ സാധനമാണെങ്കിലും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആൽക്കഹോൾ എന്നാണല്ലോ. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ മോളെ, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല മോളെ, കാരണം ഇത് മിലിറ്ററി സാധനമാണല്ലോ. അപ്പോൾ അവരതിൽ ആൽക്കഹോളൊക്കെ കുറച്ച് ഉപയോഗിക്കുള്ളന്നേ. എന്തുപയോഗിച്ചാലും ഇതെല്ലാം പോയി കുടിച്ച് കരളിനടുത്ത് അടിയല്ലേ എൻ്റെ മോളെ ഇവൻ കുടിക്കുന്നതേ. ചെറിയ സിപ്പായിട്ട് ഇങ്ങനെ കുടിക്കുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് കമത്തിയൊന്നും ഇല്ലെന്നേ. എൻ്റെ പൊന്നപ്പച്ച, നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനും കുറേ അവയവങ്ങളാണ്. ഈ അവയവങ്ങളാണ് ഇതെല്ലാം ഏറ്റുമേടിക്കുന്നത്. അങ്ങനെ കരളൊക്കെ നഷ്ടപ്പെട്ട് എന്താ അപ്പച്ച ഇത് വലിയപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ, മോനെ ഇതേ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് മോൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നല്ല സ്ട്രോങ് അല്ലേ? നല്ല കാലത്ത് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നും. അതിനുശേഷമാണ് പിന്നീട് ആരോഗ്യം നഷ്ടപ്പെടുന്നത്. പ്രായമാകും തോറേ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പം തന്നെ നിർത്തിയാലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണല്ലേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ വരണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പിടിച്ചു കൊണ്ടുവന്നത്. ഇവിടെ കുറേ പട്ടികളുണ്ട്, കറുത്ത പട്ടികൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെളുത്ത പട്ടി. അപ്പോൾ അലീനയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. വല്യപ്പച്ചൻ്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കും ചിരി വരിക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റീവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത്. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.